നമസ്കാരം. യു.എസിൻ്റെ ഏറ്റവും പവർഫുള്ളായ റഡാർ സംവിധാനം പേര് താഡ് തകർത്തിരിക്കുകയാണ് ഇറാൻ. യു.എസിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന $300 മില്യൺ വിലമതിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ആകത്തുക ഈ താഡ് ഒടുക്കം ഇറാൻ തകർത്ത് കളഞ്ഞു. യു.എസിൻ്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ മാത്രം ഇറാനായോ? ഇപ്പോഴും ഈ യുദ്ധത്തിൽ ഇറാൻ അത്രമാത്രം പവർഫുള്ളായി നിൽക്കുകയാണോ? ഇറാൻ്റെ കരുത്തിനെ യു.എസ് വില കുറച്ച് കണ്ടോ? ഏറ്റവും ഒടുവിൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇസ്രായേലിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണത്രേ താഡിൻ്റെ തകർച്ചയെക്കുറിച്ച് യു.എസ് തന്നെ സ്ഥിരീകരിക്കുന്ന വാർത്തകൾ. താഡ് ഇറാൻ തകർത്തു എന്ന് സ്ഥിരീകരിച്ചത് യു.എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN ആണ്. മേഖലയിലെ പ്രതിരോധ സംവിധാനത്തെ ആകെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് ഈ അറ്റാക്ക് എന്നാണ്, യു.എസിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് CNN പറയുന്നത്. യു.എസിൻ്റെ താഡും റഡാറും അനുബന്ധ ഉപകരണങ്ങളും ജോർദാനിലെ മുവാഫക് സൾട്ടി എയർബേസിൽ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നശിപ്പിക്കപ്പെട്ടു എന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഉപകരണങ്ങൾക്ക് കേടുപാട് ഉണ്ടായതായി CNN റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ഫൗണ്ടേഷൻ ഫോർ ദി ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് ഡാറ്റ അനുസരിച്ച് ജോർദാനിൽ 2 ഇറാനിയൻ ആക്രമണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫെബ്രുവരി 28-നും മാർച്ച് 3-നും രണ്ടും പ്രതിരോധിച്ചു എന്നാണ് വിവരം. എന്നാൽ താഡിന് നേരെയുള്ള ഇറാനിയൻ ആക്രമണം വിജയകരമാണ് എങ്കിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അനുകൂലമായ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി തീരും അത്. എന്നാൽ യു.എസിനും ഇസ്രായേലിനും മറ്റ് റഡാറുകൾ ഉള്ളതിനാൽ അവയ്ക്കും മിസൈൽ പ്രതിരോധം നടത്താനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ യു.എസിന് ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാം എന്നാണ് വിലയിരുത്തൽ. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് ആണ് താഡ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ദക്ഷിണ കൊറിയയിലും ഗുവാമിലും അടക്കം ലോകമാകെ 8 താഡ് സംവിധാനങ്ങൾ യു.എസ് ക്രമീകരിച്ചിട്ടുണ്ടത്രേ. അതിലൊന്നാണ് ഇപ്പോൾ തകർക്കപ്പെട്ടത് എന്നാണ് വാർത്തകൾ. ഈ വാർത്തയ്ക്ക് ഒപ്പം ഇന്ന് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്ന മറ്റ് 2 വിശദാംശങ്ങൾ കൂടി നമ്മൾ ഇതിൽ പങ്കുവെക്കുകയാണ്. മറ്റൊന്ന് ഖമനേയിയുടെ എക്സ് അക്കൗണ്ടിലൂടെ വന്ന ഇസ്രായേലിനെതിരായ മുന്നറിയിപ്പ് സന്ദേശമാണ്. അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട ശേഷവും അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ട് സജീവമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒടുവിൽ വന്ന പോസ്റ്റ് യുദ്ധത്തിൻ്റെ ആശങ്കകളെ വർദ്ധിപ്പിക്കുന്നതാണ്. സയനിസ്റ്റ് ഭരണകൂടം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നും ഇതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് നിരാശയുണ്ടായിരിക്കുന്നതായിരിക്കും എന്നുള്ള ഭീഷണിയാണ് ഖമനേയിയുടെ അക്കൗണ്ടിലൂടെ പുറത്തു വന്ന സന്ദേശം. ഇറാൻ്റെ മിസൈൽ ശക്തി കാണിക്കുന്ന ചിത്രങ്ങളും 3 ചിത്രങ്ങളും പോസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ അത് കാണിക്കാം. വലിയ ബാലിസ്റ്റിക് മിസൈൽ ശത്രുരാജ്യത്ത് രാത്രി പതിക്കുന്നതാണ് ഒന്ന്. രണ്ടാമത്തേത് മരുഭൂമിയിൽ ഇറാൻ സൈനികർ മൊബൈൽ ലോഞ്ചറിൽ മിസൈലുമായി നിൽക്കുന്നതാണ്. ഒപ്പം ഇറാനിയൻ പതാകയും പാറിപ്പറക്കുന്നത് കാണാം. മൂന്നാമത്തേത് വെളുത്ത കോട്ട് ധരിച്ച ശാസ്ത്രജ്ഞർ മിസൈൽ വികസിപ്പിക്കുന്നതിൻ്റെ ചിത്രം. ഫെബ്രുവരി 28-ന് ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം അക്കൗണ്ടിലെ വിശദാംശത്തിൽ ഇസ്ലാമിക് റവല്യൂഷനിലെ രക്തസാക്ഷിത്വം വരിച്ച നേതാവ് എന്ന് വിശദാംശം ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ ഒടുവിൽ ഉണ്ടായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ ഭാഗത്തു നിന്നാണ്. പുടിൻ്റെ ഇടപെടലിനെ തുടർന്നുള്ള സാഹചര്യമാണ് നമ്മൾ മൂന്നാമതായി ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അത് സംഭവബഹുലമാണ്. ചൈന പ്രശ്നപരിഹാരത്തിന് ഇടപെടും എന്ന് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അറിയിച്ചിരുന്നെങ്കിലും അക്കാര്യത്തിൽ തുടർ നടപടികൾ ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല അവർ. അതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു ഫോൺ കോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാന് പോയത്. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാനുണ്ടായ നാശനഷ്ടങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഔദ്യോഗികമായൊരു കോളായിരുന്നു അത്. സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിലടക്കം പുടിൻ അനുശോചനം രേഖപ്പെടുത്തി. പെഷസ്ക്യാനുമായി ദീർഘനേരം സംസാരിച്ചു എന്നാണ് വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ട്. അമേരിക്കൻ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടു. സംഘർഷം വലുതാക്കരുത് എന്ന് ഇറാനോടും റഷ്യൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുന്നതിനോടുള്ള റഷ്യയുടെ ശക്തമായ എതിർപ്പ് പുടിൻ ആവർത്തിച്ചു. സായുധ ആക്രമണങ്ങൾ ഉടൻ നിർത്തിവെക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള വഴി തേടണമെന്നും സംഭാഷണത്തിന് പിന്നാലെ ക്രെംലിൻ പുറത്തിറക്കിയ പ്രസ്താവനയിലും ആവശ്യപ്പെടുന്നുണ്ട്. GCC അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി താൻ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ റഷ്യൻ പക്ഷത്തു നിന്നുള്ള എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്നും പുടിൻ അറിയിച്ചു. പുടിൻ്റെ കോളും ക്രെംലിനിൻ്റെ പ്രസ്താവനയും ഇറാനെ സംബന്ധിച്ച് നിർണായകമായി. വൻ ശക്തികളൊന്നും ഇതുവരെ നേരിട്ട് ഇറാനുമായി ബന്ധം സ്ഥാപിച്ച് ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇടപെടാനും കൃത്യമായ നിലപാട് പറയാനും രംഗത്തെത്താതിരുന്ന സാഹചര്യത്തിലാണ് പുടിൻ്റെ ഇടപെടൽ. നിലപാടെടുക്കുന്ന പലരും യു.എസിനൊപ്പം നിന്നുകൊണ്ട് പ്രശ്നപരിഹാരം എന്ന നിലയിലാണ് നിലവിൽ അവരുടെ നിലപാട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ റഷ്യ കൃത്യമായി തന്നെ കാര്യം പറഞ്ഞത് ഇറാന് വലിയ ആശ്വാസമായി. സംഭാഷണത്തിന് പിന്നാലെ ഇറാന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിൽ റഷ്യ പ്രകടിപ്പിച്ച ഐക്യദാർഢ്യത്തിന് ഇറാൻ പ്രസിഡന്റ് പെഷസ്ക്യാൻ പുടിന് നന്ദി അറിയിച്ചു.
സംഘർഷത്തിൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പുടിനെ വിശദമായി ധരിപ്പിച്ചുവെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധ സാഹചര്യം ആഗോള എണ്ണവില വർദ്ധിക്കുന്നതിനും സാമ്പത്തിക അനിശ്ചിതത്വത്തിനും കാരണമായിട്ടുണ്ടെന്നും ഇരു നേതാക്കളും വിലയിരുത്തി എന്ന് വാർത്തകൾ വരുന്നു. ചർച്ചകൾ തുടർന്നുണ്ടാകുമെന്നാണ് ഇരു നേതാക്കളുടെയും പ്രഖ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതേസമയം പെഷസ്ക്യാനുമായുള്ള പുടിൻ്റെ സംഭാഷണത്തിന് പിന്നാലെ നിർണായകമായ ചില നീക്കങ്ങൾ ഇറാൻ നടത്തി. GCC രാജ്യങ്ങളിലെ അമേരിക്കൻ വ്യോമതാവളങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ അതത് രാജ്യങ്ങൾക്കുണ്ടാക്കിയ നഷ്ടത്തിൽ ഇറാൻ മാപ്പ് പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇനി ഇറാനെതിരെ ആക്രമണങ്ങൾ ഉണ്ടായില്ല എങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ തങ്ങൾ നിർത്തുകയാണ് എന്ന് പെഷസ്ക്യാൻ ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെ അറിയിച്ചു. US-ഉം ഇസ്രായേലും ഇറാനെ ലക്ഷ്യം വെച്ച് ആക്രമണം ആരംഭിച്ചപ്പോൾ GCC രാജ്യങ്ങളിലെ US വ്യോമതാവളങ്ങളുടെ സഹായം ലഭിച്ചു. അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ ആക്രമണങ്ങളാണ് എന്നും അവർ വിശദീകരിച്ചു. പെഷസ്ക്യാൻ്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഇറാൻ ആക്രമണം നടത്തിയ അയൽ രാജ്യങ്ങളോട് മാപ്പ് പറയുന്നു. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടാകില്ല. ഇറാനെ ആക്രമിച്ചാൽ മാത്രമേ ആ രാജ്യങ്ങളിലേക്ക് മിസൈൽ അയക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേസമയം ഇറാൻ കീഴടങ്ങില്ല, ഇറാൻ ജനത കീഴടങ്ങും എന്ന ആഗ്രഹമുള്ള ശത്രുക്കൾക്ക് അവരുടെ കുഴിമാടങ്ങളിലേക്ക് പോകാം എന്നും മഷൂദ് പെഷസ്ക്യാൻ പറഞ്ഞു. പെഷസ്ക്യാൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ടെൻഷൻ അവസാനിച്ചു എന്നാണ് വിലയിരുത്തൽ. പെഷസ്ക്യാൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നതോടെ കാര്യങ്ങൾ പഴയപടി GCC രാജ്യങ്ങളിൽ മാറുകയാണ്. ശുഭകരമായ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് രൂപപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഇതേസമയം പുടിൻ്റെ ഇടപെടലിനെ മറികടക്കാൻ ട്രംപ് സമർത്ഥമായൊരു പ്രതികരണവുമായി ഉടൻ തന്നെ രംഗത്തെത്തി. ഇറാൻ മാപ്പ് പറഞ്ഞത് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണം മൂലമാണ് എന്നാണ് ട്രംപിൻ്റെ വാദം. പുടിൻ്റെ ഇടപെടൽ മൂലമാണ് ഇറാൻ നിലപാട് മാറ്റിയത് എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് അതിവേഗം ട്രംപിൻ്റെ നിലപാട് പറച്ചിൽ. ഇനി പശ്ചിമേഷ്യയ്ക്ക് ഭീഷണി അല്ല ഇറാൻ എന്നും ഒരു പരാജിത രാഷ്ട്രമായി ഇറാൻ മാറിയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടെ ചുറ്റുമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് ഇറാൻ തോൽക്കുന്നത് ആദ്യമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക നീക്കത്തിൻ്റെ ഫലമാണ് ഇറാൻ്റെ കീഴടങ്ങൽ. പശ്ചിമേഷ്യ പിടിച്ചെടുക്കാനും ഭരിക്കാനുമായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ US-ഉം ഇസ്രായേലും ചേർന്ന് അത് ഇല്ലാതാക്കി. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് തോൽക്കുന്നത് ആദ്യമായിട്ടാണ്. അവർ താങ്ക് യു പ്രസിഡന്റ് എന്ന് എന്നോട് പറഞ്ഞു, ഞാൻ യു ആർ വെൽക്കം എന്ന് അവരോടും പറഞ്ഞു എന്ന് GCC രാജ്യങ്ങളുടെ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് ട്രംപ് പറയുന്നു. ഇനിയും ഇറാന് കനത്ത പ്രഹരം ഏൽപ്പിക്കുമെന്നും ഇറാൻ്റെ മോശം പെരുമാറ്റം പൂർണ്ണ നാശത്തിന് കാരണമായേക്കാമെന്നും കൂടി ട്രംപ് പറയുന്നുണ്ട്. പുടിൻ്റെ ഇടപെടലും അതിന് വഴങ്ങി ഇറാൻ്റെ GCC രാജ്യങ്ങളോടുള്ള സമീപനത്തിലെ വ്യത്യാസവും ട്രംപിനെ പ്രകോപിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഇറാൻ്റെ പ്രഖ്യാപനം വന്ന ഉടനെ അതൊരു യുദ്ധപരാജയമായും കീഴടങ്ങലായും ചിത്രീകരിച്ച് രംഗത്ത് വരേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, പരാജയപ്പെട്ട യുദ്ധത്തിൽ പരാജിതരോട് പിന്നെയും യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? യുദ്ധം നിർത്തി ബാക്കി പരിപാടികളിലേക്ക് കടന്നൂടെ? ഇതിപ്പോൾ ട്രംപിൻ്റെ ഭാഷയിൽ പരാജയപ്പെട്ട രാജ്യം US-ൻ്റെ തന്ത്രപ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനം വരെ തകർത്ത വാർത്തയാണ് പുറത്തു വരുന്നത്. US കരയാക്രമണത്തിന് പറഞ്ഞേക്കാനിരുന്ന കുർദുകളുടെ ആസ്ഥാനത്തേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയ വാർത്തയും മറുഭാഗത്ത്. അവർ തകർത്തു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണകൂടം അതിന്മേൽ ഈ തിരിച്ചടികൾക്ക് മേൽ കയറിയിരുന്ന് വീണ്ടും തിരിച്ചടിക്ക് അവർക്കാവുന്നതുപോലെ ശ്രമിക്കുന്നു. ഇനിയും ട്രംപും നെതന്യാഹുവും മിസൈൽ വിട്ട് തിരിച്ചു കളിക്കും. ഇതുപോലെ വാചക കസർത്തുകളുടെ വ്യാജ പ്രചരണങ്ങളുടെ യുദ്ധം അവർ തുടരും. ഒരു രാജ്യത്തെ നിലം പരിശാക്കും വരെ. പുടിൻ്റെ ഇടപെടൽ അതേസമയം ശുഭ സൂചകമാണ്. ലോകരാജ്യങ്ങൾക്കും ഒരു ഇടപെടൽ സാധ്യത പുടിൻ തുറന്നിട്ടിരിക്കുകയാണ്. സമാധാനം വരുമോ അതോ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ചോരച്ചിരി തുടരുമോ എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.